കാസർഗോഡ് പൈവളികയിലെ പെൺകുട്ടിയുടെയും യുവാവിന്റെയും മരണം ആത്മഹത്യയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹത്തിന് 20 ദിവസത്തിലധികം പഴക്കമുണ്ടെന്നാണ് കണ്ടെത്തൽ. കേസിൽ പോലീസ് നടപടിക്കെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഇരുവരുടെയും മരണം ആത്മഹത്യയാണെന്ന പോലീസ് നിഗമനം ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ. മൃതദേഹത്തിന് 20 ദിവസത്തിലേറെ പഴക്കമുണ്ട്. വിശദമായ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. എന്നാൽ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണത്തെ സംബന്ധിച്ച് പോലീസിന് വ്യക്തതയില്ല. ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ സൈബർ വിഭാഗത്തിന് കൈമാറി. അതേസമയം മരിച്ച പ്രദീപിനെതിരെ പെൺകുട്ടി പഠിച്ച സ്കൂളിലെ അധ്യാപകർ 2 വർഷം മുൻപ് ചൈൽഡ് ലൈനിൽ പരാതി നൽകിയിരുന്നു. അന്ന് തുടർ നടപടി ഉണ്ടായില്ലെന്ന് പെൺകുട്ടിയുടെ മാതാവ് പറഞ്ഞു. സ്കൂൾക്ക് കംപ്ലൈൻറ്റ് പോയിട്ടുണ്ടെന്ന് HM പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ആടെ പോയിട്ട് ഞാനെല്ലാം സംസാരിച്ചിന്. ആടെ കാസർഗോഡ് വിദ്യാനഗറിൽ പോയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടുള്ള ഈ കാറിലെല്ലാം പോയിക്കൊണ്ടുണ്ടായി. മാത്രമല്ല ഇത്ര സംശയം എന്തുണ്ടായിട്ടില്ല. ഈടെ വരാനില്ല. ഞങ്ങൾ പോകുമ്പോൾ ഞാൻ വിളിക്കാം. ഇല്ല ഉള്ളിലെല്ലാം വരല്ലവ. ഇരുവരെയും കാണാതായതിനെ തുടർന്ന് പോലീസ് സ്വീകരിച്ച നടപടിയിൽ വീഴ്ച സംഭവിച്ചുവെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. VIP-യുടെ മകളാണെങ്കിൽ പോലീസ് ഇങ്ങനെ കാണിക്കുമോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ നാളെ കോടതിയിൽ കേസ് ഡയറിയുമായി ഹാജരാകണമെന്നാണ് കോടതി നിർദ്ദേശം. 24 കാസർഗോഡ്.